പാളിച്ചുണ്ടായ ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്ററാണ് ഇന്ത്യ കാണിച്ച അബദ്ധം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇതുണ്ടായത്. ഇതെങ്ങനെ തിരിച്ചു വരും? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കണം, പുടിൻ ഇവിടെ വന്നു കഴിയുമ്പം ഏറ്റവും ശക്തമായ 3 രാജ്യങ്ങൾ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, അവരുടെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് അവർ ജോയിന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇന്ത്യ കാണിക്കുന്ന തെറ്റാണ്. അങ്ങനൊന്നും ഈ രാജ്യങ്ങൾ ഇന്ന് വരെ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴും അത് ആലോചിക്കുക, ഗവൺമെന്റിന്റെ ഒരു ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് അത് ജസ്റ്റിഫൈ ചെയ്യിപ്പിക്കുന്നത്, അതിന് കൗണ്ടറായിട്ട് പറയുന്നത്. നോക്കുക, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ ഇന്ത്യയുടെ സീനിയറായിട്ടുള്ള മന്ത്രിമാരോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അതിനെപ്പറ്റി മിണ്ടിയില്ല. കാരണം കാണിച്ചത് തെറ്റാണെന്നറിയാം. ഇത്രയും ആൾക്കാരാണ് റഷ്യ ഉക്രൈൻ വാറിൽ കൊല്ലപ്പെട്ടത്. കാരണം യൂറോപ്പിന്റെ നിലനിൽപ്പാണ് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് സ്ഥിരമായിട്ട് ഇന്ററാക്ഷനാണ്. റഷ്യൻ ക്രൂഡ് നിർത്താൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴേ ഏകദേശം 90 ബില്യന്റെ ട്രേഡാണ് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നടത്തുന്നത്. അതവർ 200 ബില്യൺ ആക്കാമെന്നും പറഞ്ഞു. പലതും കുറയ്ക്കാം, പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുമായിട്ട് ട്രേഡ് കൂട്ടാം. പക്ഷെ റഷ്യയുടെ ക്രൂഡ് വാങ്ങരുത് തൽക്കാലത്തേക്ക്. കാരണം അത് എൻകറേജ് ചെയ്ത് റഷ്യ വാറിന് കൂടുതൽ പണം ഉണ്ടാക്കി അത് ഉപയോഗിക്കുന്നു. ഇത് ഈ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഇന്ത്യയാണ് വാറ് ഉണ്ടാക്കിയത്, ഇന്ത്യയാണ് ഇനിഷ്യേറ്റീവ് എൻകറേജ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളയൊന്നും ചെയ്യരുത്. ഇത് ഗ്ലോബലി ഇന്ത്യക്ക് വലിയ പ്രശ്നമുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം. അവിടെ ഡയസ്പോറയെ കാണുന്നു, ഇന്ത്യക്കാരെ കാണുന്നു. അപ്പൊ അതിനൊക്കെ ഭയങ്കരമായിട്ട് മങ്ങലേറ്റു. അത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പുറത്തു പോകാതെ? കാരണം പഴയ പോലെ ആൾക്കാർ മൈൻഡ് ചെയ്തില്ല. കാരണം ആ റെസ്പെക്റ്റ് പെട്ടെന്ന് അങ്ങ് ഇടിഞ്ഞുപോയി. അതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ മോദി ഗവൺമെന്റ് കാണിച്ചത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം. അതിന്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റിനെ കൊണ്ടുവരണം. എന്ത് വില കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ വേണ്ടി മോദി ഗവൺമെന്റ് പാടുപെടുകയാണോ?